खुशी बेहिसाब थी, हिस्से में फासले ही तेरे बेमिसाल आए। मैं जो तुझसे दूर हूँ, क्यों दूर मैं रहूँ, तेरा गुरूर हूँ। तू फासला मिटा, तू ख्वाब सा मिला, क्यों ख्वाब तोड़ दूँ। അതെ അതെ, സുഖം സുഖം. എടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടി, ഇത്രയും വർഷം ഈ കോളേജിൽ കയറിയണൊക്കെ നീ എപ്പോഴെങ്കിലും രാവിലെ വന്നിട്ടുണ്ടോ? ഈ സ്പെഷ്യൽ ഡേയ്സിലല്ലാതെ. അതാ ഞാൻ പറഞ്ഞ, ടീച്ചർമാരുടെ ഒക്കെ പരാതി ഇത് തന്നെയാ. നീ എല്ലാ ദിവസവും ഫസ്റ്റ് ഡേ വെളുപ്പാങ്കാലത്ത് വരും, ബാക്കി എല്ലാവരും ഉച്ചോട്ടേ കയറത്തോളൂ. എന്തിനാ അവസാനം നിന്റെ ഉറക്കൂടി കണ്ട് ഞാനൂടെ നിന്റെ കൂടെ ഒന്ന് കിടന്നുറങ്ങാലോ? എന്നാലും നിന്നെ ഇന്നെങ്കിലും കാണാൻ പറ്റില്ല. സന്തോഷമായി എന്റെ തേ. ഗസ്റ്റ് ഇപ്പേ വരൂ. എടി ഒന്ന് പൊയ്ക്കേ, ഉച്ചയാകുള്ളൂ, ഇനി സെലിബ്രേഷൻ കടക്കുന്നേ ഉള്ളു. എടി എന്ത് പാടി, എന്തെങ്കിലും നീ ഇവിടെ നീരി. എന്താ വരാത്ത? അത് എടി അല്ലടി, അവളെന്തായാലും ഉച്ചക്കല്ലേ വരത്തോളൂ. അപ്പൊ നമ്മൾ ഉച്ചക്ക് പോയാൽ എങ്ങനെ ശരിയാവാ? തുപ്പിടുവന്നു? ആയിക്കോട്ടെ, സാരയില്ല. നീ എന്തായാലും തുപ്പിയിട്ടില്ല, അത് മതി. എന്തിനു വല്ല കുഴപ്പമുണ്ടോ? എടി വയസ്സായ വല്ല ആളങ്ങളായിരിക്കും. ഞൊണ്ണി എത്തണ്ടേ? ഇടി നീ ഒന്ന് അടങ്ങുന്നുണ്ട്, അയാൾ വരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഗസ്റ്റായിട്ട് വന്നതാണ് അവർ ജിൻ ചെങ്കോക്ക്. ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ CEO ആണ്. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹിം. കാരണം നമ്മുടെ നാടിനെ അഭിമാനപ്പെടുത്തിയതാണ് ഇയാൾ.
എടാ നീ പറയുന്ന കേക്ക്. ഇവിടെ ചോർക്കും മിണ്ടാതിരടി. നമുക്ക് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ജിൻ ജങ്കുക്കിനെ സ്റ്റേജിലോട്ട് വിളിക്കാം. ഹലോ ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവർ പറഞ്ഞല്ലോ ഞാൻ വലിയ മഹാസംഭവമൊന്നുമല്ല. ഞാൻ മിസ്റ്റർ ജിൻ ജങ്കുക്ക്, ഒരു CA ആണ്. എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. ഒരുപാട് പൊരിപ്പിച്ചു പറയാനൊന്നുമില്ല. എന്നെ എന്തെങ്കിലും ഗസ്റ്റായിട്ട് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ സെലിബ്രേറ്റ്. ഞാൻ ഇവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചുമ്മാ ഇരിടി. ഇവിടെ വന്നില്ലെന്ന് മോങ്ങാതെടി. ഓ, ഈ സാധനത്തിനെ കൊണ്ട് എപ്പോഴാണ് എനിക്ക് വരാൻ തോന്നിയത്. നീ പോയിക്കോ, ഞാൻ വന്നാളാം. ഇവളെന്താടാ ഇങ്ങനെ? ശരി, നിനക്കിപ്പോ പോണം. നീ ചെല്ല, പോയിട്ട് വാ. ആ സമയത്താണ് അവൾ ഒരു വണ്ടി വരുന്നത് കാണുന്നത്. ആ ആൾ വണ്ടി അവളുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഗ്ലാസ് താക്കുന്നു. അതെ, എന്നെ ഒന്ന് അങ്ങോട്ട് വിടുവോ? എങ്ങോട്ട്? ഞാൻ പറഞ്ഞുതരാം, എന്നെ ഒന്ന് വീട്ടിലോട്ട് വിടുവോ? ആ, കേൾക്കോ. താൻ ഇന്ന് സ്കൂളുണ്ടായിരുന്നല്ലോ, അല്ല സോറി കോളേജിലുണ്ടായിരുന്നല്ലോ. താൻ എന്നെ കണ്ടില്ലായിരുന്നു. ഞാൻ ഒരു സ്പീച്ച് കൊടുത്ത് ജിൻജിങ് ഗസ്റ്റ് ആയിട്ട് വന്ന് നിങ്ങളുടെ കോളേജില്. ഞാൻ എന്റെ സാറൊന്നും വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ ജങ്കുക്ക്. വെൽക്കം. പേരെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ എളുപ്പം റെഡിയാകാൻ പോകുന്നു. റെഡിയായ ശേഷം അവൾ റോഡിലൂടെ ഓടുകയായിരുന്നു അങ്ങെത്താൻ വേണ്ടി. അപ്പോഴാണ് നീ ഇത്ര തന്നെ എവിടെയാ? നീ ക്ലാസ്സിൽ വരണ്ടായിരുന്നല്ലോ, ഉച്ച കഴിഞ്ഞല്ലോ. ഞാൻ എന്ത് മിണ്ടത്തില്ല. മേടിച്ചോ? എന്നാ ഓക്കെ. എവിടെ പോന്നു? അപ്പൊ ഞാനോ? ഇല്ല, അവളുടെ അച്ഛന്റെ വീട്ടിൽ പോയി. ഞാനും പോയത് നിന്റെ കൂടെ. അന്തേ വന്നൂടെ? അയ്യോ പൊന്ന് സാറേ, ബാ വീട്ടിൽ ബാ. ആ, ഇതാണ് എന്റെ മോള് കിം തയ. എന്തായാലും എന്റെ മോന്റെ സെലക്ഷൻ കൊള്ളാം. എന്ത് ഭംഗിയാ മോളെ കാണാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ
തേയുടെ അടുത്തേക്ക് നീങ്ങുന്നു. ആ എന്ത് രസാ എൻ്റെ മോളെ കാണാൻ. ഐ എം റിയലി ലക്കി ടു ഹാവ് യു. എന്നാ ഇതങ്ങ് ഉറപ്പിക്കാം, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. എപ്പോഴെന്നാ എല്ലാം നിങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എല്ലാത്തിനും 100 വട്ടം സമ്മതം. ആരടി അത്? എനിക്കറിയോ, അങ്ങോട്ട് ചോദിക്കും. ശരി, നീ ദേഷ്യപ്പെടാതെടി, ഞാൻ ചോദിച്ചോളാം. ആരാ അങ്കിളെ അത്? അതോ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, എന്റെ മോളുടെ കല്യാണമാണ് മറ്റന്നാണ്. എല്ലാരും വരണം കേട്ടോ. നീ തന്നെ? ആ എന്താ വല്ല സംശയമുണ്ടോ? പഠിച്ചതൊക്കെ ധാരാളം, ഇനി എന്തോ പഠിക്കാനാ? നിന്റെ കല്യാണം മറ്റന്നാണ്. എനിക്കൊന്നും കേക്കണ്ട എന്റെ പൊന്നത്തേ കൊച്ചേ, നീ പറയുന്നത് കേട്ടാ മതി. മറ്റന്നാള് കല്യാണം. ഇവിടെ നിന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല. നീ കഴിക്കണ്ട, അവൻ കെട്ടിക്കോളും. അങ്കിളെ അത് മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വേറെ ആരെങ്കിലും കെട്ടുമെന്ന്? തോന്നുന്നുണ്ട് അങ്കിൾ. എന്തിന്? ഫ്രീ ആയിട്ടല്ലേ കെട്ടത്തോളൂ. ഈ ചെറുക്കനുണ്ടല്ലോ, എനിക്ക് 12 കോടി തന്നിട്ടാ ഇവിടെ കിട്ടുന്നത്. അതെ, കല്യാണം കഴിഞ്ഞാൽ നീ വീണ്ടും മോളെ അല്ല. എനിക്ക് 12 കോടി നിന്നെ കൊടുത്താ കിട്ടുന്നത്. എന്താ അല്ലേ? അങ്കിൾ ഇതൊക്കെ ശരി. എന്താ ശരിയല്ലാത്ത? ജിമ്മിൻ കെട്ടുവോ ഇവിടെ? കണ്ടോ, ഉത്തരവില്ല. അതാണ് പറഞ്ഞത്, ഇവിടെ പോലത്തെ ഒരു പറയുന്നില്ല, മോളായിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യ പെറ്റുപോയില്ലേ? संभलने लगे जब से है जाना तुम्हें, तेरी ओर चलने लगे, हाँ हम बदलने लगे, गिरने संभलने लगे जब से है जाना तुम्हें, तेरी ओर चलने लगे, हर सफर हर जगह हर कहीं बन. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ യാത്ര തുടങ്ങി. വണ്ടിയിൽ വെച്ച് അവർ രണ്ടുപേരും വളരെ നിശബ്ദത പാലിക്കുകയായിരുന്നു. പെട്ടെന്ന് ദയ ആ നിശബ്ദത കടത്തിവെട്ടി ചോദിക്കുന്നു, എന്നെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടി എന്നിട്ട് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കാൻ പാടൂ എന്നുണ്ടോ? ഞാൻ മാർക്കറ്റിരിക്കുന്ന സാധനങ്ങളാണോ? വീട്ടുകാർക്ക് വേണ്ടാതെ വിൽക്കാൻ പറ്റുന്ന സാധനം താനെന്തിനാണ് മേടിച്ചത്? എനിക്ക് മേടിക്കാൻ തോന്നി, ഞാൻ മേടിച്ചു. എന്താ? ആർക്കൊരു ഉപയോഗമില്ലാത്ത സാധനമാണ്. വെറുതെ ഇത്രയും പൈസ കൊടുത്ത് എനിക്ക് അത്രയും വില ഉണ്ടായിരുന്നു. എന്തിനാ വെറുതെ? പിന്നെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞ തനിക്കല്ല കുഴപ്പമുണ്ടോ? എന്നാലും തൻ്റെ പാരൻസിന് തന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി. തൻ്റെ പാരൻസ് തന്നെ ട്രീറ്റ് ചെയ്തതിനെക്കാട്ടി നല്ല ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്നല്ലോ. ചോദിച്ചു. എന്റെ സ്വന്തമാക്കാൻ, എന്റേതാക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ, എല്ലാത്തിനും കൂടി എന്റേത് മാത്രമാക്കാൻ. താൻ അത്രയ്ക്ക് ഓർമ്മയില്ലാത്ത ആളാണോ? തൻ്റെ തൻ്റെ കോളേജിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നു, താൻ മറന്നു. തന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു, താൻ മറന്നു. എൻ്റെ പേരെങ്കിലും ഓർത്തിരിക്കണ്ടേ? എൻ്റെ പേര് ജിൻ ജങ്കുക്ക്. ഇപ്പോഴെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നെ?
ഒരു ദിവസം തേയ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജങ്കുക്ക് തേയെ വന്ന് ബാക്ക് ഹഗ് ചെയ്യുന്നു. ജങ്കുക്ക് എന്താ തേയാ? ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ഒന്ന് മാറി നിൽക്കുക. തേയാ പണി ചെയ്തോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ജങ്കുക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തേക്ക് എന്താ? തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ലേ? തേയാ, നമ്മളുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസമായില്ലേ? എപ്പോഴെങ്കിലും എന്നോടൊരു ചെറിയ സ്നേഹം തോന്നുന്നുണ്ടോ? തേക്ക് ഞാൻ ഒരു കുഞ്ഞു കാര്യം ആവശ്യപ്പെട്ടോട്ടെ തേയാ? എൻ്റെ കണ്ണുകളിലേക്ക് ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് നോക്കി നിൽക്കൂ. 3 ദിവസമായി, എന്നാലും തേ എൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് വൃത്തിക്ക് നോക്കിയിട്ടില്ല. അങ്ങനെ ജങ്കുക്ക് തേയെ വേസ്റ്റിൽ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. അവർ ചുറ്റിലുള്ളതൊക്കെ മറന്നുപോയിരുന്നു. അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ കണ്ണുകളിൽ മുഴുകിപ്പോയിരുന്നു. അങ്ങനെ ജങ്കുക്ക് തേയുടെ കണ്ണുകളിലേക്ക് നോക്കിയ ശേഷം പതിയെ തേയുടെ ചുണ്ടുകളിലേക്ക് നോക്കുന്നു. ആ മനോഹരമായ സ്ട്രോബെറി ചുണ്ടുകൾ ജങ്കുക്കിന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നി. ജങ്കുക്ക് പതിയെ തേയുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് ജങ്കുക്ക്